ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ജാൻമണി ദാസിൻ്റെ ഒരു മേക്ക് ഓവർ ക്ലാസ് ഉണ്ട്, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ മോഡൽ ഞാനാണ് കേട്ടോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി സെറ്റായിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജാൻമണി ദാസ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, അവരൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ജാൻമണി ദാസ്, രഞ്ജുമാർ ഇവരൊക്കെ മേക്ക് ഓവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം നടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് സൽമയാണ് കേട്ടോ. അപ്പോൾ അവൾ വരുന്നുണ്ട്. എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ സിറ്റി കളക്ഷൻ്റെ ക്ലാസ് ഇതിനു മുമ്പേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല, നമ്മൾ ട്രെയിനിൽ നിൽക്കുവാണ്. അപ്പോൾ ട്രിവാൻഡ്രം എത്താറായിട്ടുണ്ട്. അപ്പോൾ സിറ്റി കളക്ഷൻ്റെ ക്ലാസ് നമ്മൾ ഇതിനു മുമ്പേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ മേക്ക് ഓവർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ജാനു മാമിൻ്റെ ഇതേപോലെ ക്ലാസ് ഉണ്ട്, അതിൽ മോഡലിനെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ മോഡലിങ്ങും ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എൻ്റെ ഫോട്ടോ കണ്ട് എന്നെ സെലക്ട് ചെയ്തതാണ് ജാനു മാം. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയത് പൂരിയും അതേപോലെ കറിയുമാണ്. അവൾക്ക് ഇഷ്ടം പൊറോട്ടയൊക്കെയാണ് കേട്ടോ. അപ്പം അവൾ വാങ്ങിയത് പൊറോട്ടയും മുട്ടക്കറിയുമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ചായയും കൂടി കുടിച്ചു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലോട്ട് നമ്മുടെ സൽമയും കൂടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇതേപോലെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്, മേക്ക് ഓവർ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെയൊക്കെ. അപ്പോൾ അവളും അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജാനു മാം എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ആളെത്തിയിട്ടുണ്ട്. അപ്പം ഞാനും അവിടെ ചെന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. മേക്ക് ഓവർ ഏകദേശം എന്തൊക്കെയോ ചെയ്തു തന്നെ. ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ വീഡിയോസ് എനിക്ക് തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ ഇരുന്ന് സൽമ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പാണ് ഇത്. പിന്നെ പുള്ളിക്കാരിക്ക് എൻ്റെ കണ്ണൊരുപാട് ഇഷ്ടമായി, എന്നെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. എൻ്റെ കല്യാണത്തിന് പുള്ളിക്കാരിയെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചു എനിക്ക് ഉറക്കമില്ലേന്ന്. കാരണം എൻ്റെ ഡാർക്ക് സർക്കിൾസ് എനിക്ക് നന്നായിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഉറക്കമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളിക്കാരിയുടെ സംസാരം കേൾക്കാൻ നല്ല രസം കേട്ടോ. നമ്മൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആൾക്കാരൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പുള്ളിക്കാരി ഭയങ്കര സാധനമാണ്, എല്ലാവരെയും പെട്ടെന്ന് ഇങ്ങനെ പ്രാകും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ആൾ ഭയങ്കര പാവമാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ആളുടെ ഉള്ളിലെങ്ങും ഒന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് അത് കുറച്ച് ഫിൽ ചെയ്തിട്ട് നമുക്ക് ഐബ്രോസിന്റെ കളർ അനുസരിച്ചിട്ടാണ് കുറച്ച് ബ്ലാക്ക് ആക്ഷൻ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ പ്രോഡക്റ്റിൻ്റെ നെയിം വരെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല രീതിക്ക് ക്ഷമയുള്ള ഒരാളാണ്. കാരണം ഇത്രയും പിള്ളേർ പഠിക്കാൻ അവിടെ ഇരിക്കുക, അവർക്ക് അത്രയും പേർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്ത് അതേപോലെ അവർ എല്ലാവരെയും കൂടെ നിന്ന് ഫോട്ടോയും എടുത്ത് കേട്ടോ. ഒരു സെലിബ്രിറ്റീസും ഇത്രയും ക്ഷമയോടെ ഇങ്ങനെ നിന്ന് ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഞാൻ നല്ല രീതിക്ക് ടയേർഡായി. കാരണം ജാനു മാമിൻ്റെ കൂടെ ഞാനും കൂടിയാണ് നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തതും ഫോട്ടോ എടുത്തതും എല്ലാം. അപ്പം ഒരു 10-50 എണ്ണം ആയപ്പോൾ തന്നെ ഞാൻ നല്ല രീതിക്ക് കുഴഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ടയേർഡായോ, വെള്ളം വേണോ എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിക്ക് ടയേർഡായി. പുള്ളിക്കാരി അപ്പോൾ അതേപോലെ ടയേർഡായി കാണുമല്ലോ. അത്രയും ക്ഷമയോടെ പുള്ളിക്കാരി നിന്നു. അത്രയും നല്ലൊരാളാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ പുള്ളിക്കാരിയെ ട്രോളുന്നുണ്ട്, ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ആരെയും അങ്ങനെ ചെയ്യരുത്. ആരെയും മനസ്സിലാക്കാതെ ഒരിക്കലും ആരെയും ട്രോളും കാര്യങ്ങളും ഒന്നും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ വീഡിയോ ഇടാൻ ഒത്തിരി ലേറ്റ് ആയിപ്പോയി, കാരണം ക്യാമറയിൽ അവർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻകോമിന്റെ കാതിൽ യൂസ് ചെയ്യും. ബോബി ബ്രൗൺ മാക്സിൽ ഈ കാതിൽ യൂസ് ചെയ്ത കാതിൽ ഭയങ്കര കച്ചറാണ്. സ്മാർട്ട് ചെയിൻ പോലെ പൈസ എടുക്കും, പക്ഷെ സാധനം കച്ചറാണ്. ആർക്കും റെസ്പോണ്ട് ഇല്ലാതാണ് ടെൻഷൻ. Okay, look. Not good and the same. അപ്പോൾ ഏകദേശം മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഇനി ലിപ്സ്റ്റിക് ഇടണം. ഇനി നമ്മൾ കോസ്റ്റ്യൂം ഇടാൻ പോവാണ്. അതേപോലെ നമുക്ക് കോസ്റ്റ്യൂം ഡിസൈനറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റൈലിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഇനി നമുക്ക് കോസ്റ്റ്യൂം ഇടുന്നതും കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുന്നതും, എൻ്റെ അളവിലേക്ക് സെറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മളിനി കോസ്റ്റ്യൂം ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിസൈനറാണ്, പുള്ളിയാണ് ജാനുവിൻ്റെ ഡിസൈനർ എന്ന് വെച്ചാൽ ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം പുള്ളിയാണ് പോകുന്നത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. ഈ ബ്ലൗസ് എനിക്ക് അത്യാവശ്യം നല്ല ലൂസായിരുന്നു, അത് പിന്നൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. എൻ്റെ മെഷർമെൻറ്റിൽ പിന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെയാണ് ഓഡിറ്റോറിയം. അപ്പോൾ താഴേക്ക് ഇനി പോകണം. ക്ലാസ് പഠിക്കാൻ വന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവരൊക്കെ വന്ന് എൻ്റെ മേക്കപ്പ് ചെയ്തേക്കുന്നത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ണ്, പിരികം, ഇതൊക്കെ നല്ല രസമുണ്ടെന്ന് കുറേ പേര് വന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോയിൽ നന്നായിട്ട് അറിയുന്നില്ല, വെട്ടമില്ലാത്തത് കൊണ്ടാണ് കറക്റ്റ് മേക്കപ്പ് അറിയാൻ പറ്റാത്തത്. അപ്പം കണ്ണും പിരിവൊക്കെ നല്ല സെറ്റായിട്ടാണ് എനിക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു പിരികത്തിന് ചെറിയൊരു പൊക്കമുണ്ട്, പക്ഷെ അതൊക്കെ നല്ല കറക്റ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട് മേക്ക് ഓവർ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഈ ലെഹങ്ക പുള്ളി ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. പുള്ളിയുടെ ഷോപ്പിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചോളാമെന്ന് ജാൻമണി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞങ്ങൾക്കുള്ള ഫുഡ് സിറ്റി കളക്ഷൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൽമയും വിളിച്ചു, ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. ബിരിയാണിയാണ്. പിന്നെ ഇതിപ്പം ട്രിവാൻഡ്രം ആണല്ലോ, അപ്പോൾ കൊല്ലത്തെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ട്രിവാൻഡ്രത്തെ ബിരിയാണി കഴിച്ചപ്പം അങ്ങോട്ട് സെറ്റായില്ല. Okay,
സോ മേക്കപ്പ് ഇപ്പോൾ നമുക്ക് കുറച്ച് ടച്ചപ്പ് ചെയ്യാം. ചെയ്ത് വീണ്ടും നമുക്ക് ഫ്രഷ് ആകും. സ്ട്രേറ്റ് ആണോ?
അപ്പോൾ ഇത്രയും ക്ലിപ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ ജാൻമണിയുടെ സൗണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വോയിസ് ഓവർ കൊടുക്കാഞ്ഞത്. പുള്ളിക്കാരി ഹെയർ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. ഹെയർ സെറ്റിങ്സൊക്കെ ഭയങ്കര ഫാസ്റ്റായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. 3 മിനിറ്റ് കൊണ്ടാണ് കഴിഞ്ഞത്. സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത്. ഒന്നാമത് എനിക്ക് ലോങ് ഹെയറാണ്, അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഹെയറിന്. പുള്ളിക്കാരി സിമ്പിളായിട്ട് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഹെയർ സ്പ്രേ ചെയ്തിട്ട് കേട്ടി തന്നെ മതി, മുടിയില്ലേ. അപ്പോൾ മേക്ക് ഓവർ കഴിഞ്ഞു, അതേപോലെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. ഇപ്പം ജ്വല്ലറീസൊക്കെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്കെന്തുവാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാമറയിലെടുത്ത വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായേനെ. പക്ഷേ ഇത് ജസ്റ്റ് ഫോണിൽ ഒരുപാട് ബാക്കിലിരുന്ന് എടുത്ത വീഡിയോ ക്ലിപ്സാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അല്ല ഒഴിഞ്ഞ പറഞ്ഞിട്ട് എല്ലാവരും പഠിച്ചു വരാം വിളിക്കാം. എങ്ങനെയാണ് ഇത് ഹെയർ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെയാണ് ആഡ് ആയത്. അപ്പോൾ ഇനിയും ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയും അങ്ങിടുവാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഏതൊക്കെ ചെയ്യും എനിക്ക് കാര്യമില്ല. പിന്നെ അതാ എല്ലാവരും പഠിച്ചിട്ട് 10 അല്ലെങ്കിൽ 10 രീതിയിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫറൻസ് വരണം. എല്ലാവരും കുക്കിംഗ് ചെയ്ത് ആ മനസ്സ് വേറെ അല്ലേ, നമ്മള് എല്ലാവരും ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ചില കഴിക്കല്ലേ നമ്മൾ വീട്ടിൽ കഴിക്കാൻ പഠിച്ചു. ചിലപ്പോ ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കും കുറവാ ടേസ്റ്റ് തന്നെ, ഒരാളുടെ കയ്യിലേക്ക് കൂടുതൽ ടേസ്റ്റ്. ഈ ഫ്ലവർ ഉണ്ടോ, ഈ ഫ്ലവർ ഞാൻ ജാൻമണിദാസിന് കൊടുത്തട്ടോ. പുള്ളിക്കാരിക്ക് കൊടുക്കാൻ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഫ്ലവർ പുള്ളിക്കാരിക്ക് കൊടുത്തു. പുള്ളിക്കാരി തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് അപ്പം തന്നെ വാങ്ങി തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി.
നല്ല ഒരു സ്ത്രീയാണ്, നല്ലൊരു മനസ്സിനുടമയാണ്. ആരും പുള്ളിക്കാരി ഇനി ഇങ്ങനെ ട്രോളാതിരിക്കുക. പുള്ളിക്കാരി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവർ രണ്ടുപേരും ഡിസൈനേഴ്സാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി എടുത്ത് ആരോ വന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യം ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറഞ്ഞു എല്ലാവരെയും കൂടെ ഓരോ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത്. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, ഇത്രയും പേരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിക്ക് ടയേർഡായി. അപ്പോൾ പുള്ളിക്കാരിയുടെ കാര്യം പറയണ്ടല്ലോ, അത്രയും നേരം ക്ലാസ്സും എടുത്ത് എല്ലാവരെയും കൂടെ ഫോട്ടോ എടുത്തു. എനിക്ക് അതിലിനി വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ നിന്ന് അത്രയും ടയേർഡായി നിൽക്കുന്ന സമയത്ത് ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. review you see, review Russian red നല്ല പൈസ ഉടനെ കയ്യിൽ പോകുന്നത് താഴെ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ജാനു മാം പറഞ്ഞു ഞാനും കൂടി നിൽക്കാനെന്ന്. അപ്പം അത്രയും പേരുടെ കൂടെ നിന്ന് ഫോട്ടോയും എടുത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തു. അപ്പോൾ ഒരു 100-200 പേരുണ്ടായിരുന്നു. ഒരു 100 പേരുടെയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ടയേർഡായിട്ട് ഞാൻ പുള്ളിക്കാരി എടുത്ത് ചോദിച്ച് കുഴഞ്ഞോ, ടയേർഡായോ, ഇനി ഇത്ര ആൾക്കാരുണ്ട്, എത്രയും നിന്ന് കുഴഞ്ഞു ഗൈസ്. പുള്ളിക്കാരി ആയിട്ടാണ്, വേറെ ഒരു സെലിബ്രിറ്റീസും വേറെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഇങ്ങനെ നിന്ന് ഫോട്ടോയും എടുക്കത്തില്ല, അങ്ങനെ നിൽക്കത്തില്ല. ഞാൻ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, ഇതേപോലെ മോഡലായിട്ടും പോയിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി നല്ലൊരു മനസ്സിനുടമയാണ്, എല്ലാവരെയും മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കുറേ പുള്ളിക്കാരി ഇങ്ങനെ ട്രോളുന്ന വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ready okay എന്തൊന്ന് ഫോട്ടോ ഫോട്ടോ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എടുക്കുന്നുണ്ട്. കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല ഈ ഫോട്ടോസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ലേ? ആ അത് കുഴപ്പമില്ല, ഇത് എടുത്താൽ അതൊക്കെ ഓ മനസ്സിലായി. കിട്ടൂലല്ലേ?
അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ജാനു റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ ജ്വല്ലറീസ് എല്ലാം അഴിച്ച് എന്നെ ഇവർ ഹെൽപ്പ് ചെയ്യുവാണ് ഇതെല്ലാം അഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടൈമായി. നമുക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഓടണം. ട്രെയിൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഹലോ മേഡം, ഇത് ആദ്യ സാർ ഓ ലൊക്കേഷൻ ഈ നമ്പറിൽ ഇട്ടുണ്ടാകുന്നില്ല ലൊക്കേഷൻ. ഒന്ന് ഹായ് ഇട്ടുന്ന ഓർണമെന്റ്സ് ഇട്ടുന്ന മന്തു. അതെ 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 മുടി അത്ര പോലെ ശരിയായില്ല. ഇതെല്ലാം ഓക്കെ ആയിരുന്നു. നമ്മുടെ ഇവിടെ കൂട്ടുകാരിൽ ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടുന്നില്ലല്ലോ ഇവിടെ. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ തലയിലിരുന്ന ഫ്ലവറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം അവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഷോപ്പിലിരുന്ന് അവിടെ ഇരുന്ന് തന്നെ ഞാൻ മേക്കപ്പ് തുടയ്ക്കുകയാണ്. ടൈമൊന്നും കിട്ടിയില്ല. എന്നാലും ഒരു ലൈറ്റായിട്ട് തുടച്ച് കളഞ്ഞു. ജ്യൂസൊക്കെ കുടിച്ചു. നല്ല രീതിക്ക് കുഴഞ്ഞു ഗൈസ്. നമ്മളവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് കുഴയത്തില്ലേ, അങ്ങനെ അങ്ങ് കുഴഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുവാണ് കേട്ടോ. നമുക്ക് ട്രെയിൻ ഇപ്പം എത്തും, അതിനു മുമ്പേ ഓടി അവിടെ എത്തണം. പാവം എൻ്റെ സൽമ മോള്, അവളും ടയേർഡായി. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. സീറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾക്ക് സീറ്റ് കിട്ടാറേ ഇല്ല. നമുക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങളവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എണ്ണീറ്റ് ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡോറിൻ്റെ അടുത്ത് പോയി നിന്നപ്പം ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. അവനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിടുമെന്നൊക്കെ പറഞ്ഞപ്പം അവൻ മുഖം തപ്പി പിടിച്ചു. ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്കും കായംകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഡ്രീം കം മൂമെൻ്റ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് ജാൻമണി ദാസ്. മഞ്ജു വാര്യറിനെയും മോഹൻലാലിനെയും അങ്ങനെയുള്ള വലിയ ആക്ട്രസിനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ എന്നെ മേക്ക് ഓവർ ചെയ്തപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ എന്താ പറയാനുള്ളത്, ഒന്നുമില്ല പറയാൻ. ഓക്കെ.